രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. പകരം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. PR പ്രവീണയാണ് ഈ വാർത്ത നൽകുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ PR പ്രവീണ തന്നെ നൽകും. പ്രവീണ, എന്തായാലും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കും എന്നുള്ള കാര്യം രാഹുലിനെ അറിയിച്ചുവെന്ന് നേരത്തെ പ്രവീണ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ രാഹുലിന്റെ പ്രതികരണം ഏതെങ്കിലും തരത്തിൽ ലഭ്യമായിട്ടുണ്ടോ ഈ ഒരു സമയത്ത്? രാഹുലിന്റെ പ്രതികരണം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. രാഹുൽ, എനിക്ക് മനസ്സിലാകുന്നത് രാഹുൽ നേതാക്കളുമായി അടക്കം ഇപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. ഇതിൽ തന്റെ നിലപാട്, തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് ആവർത്തിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പാർട്ടി നിലപാടിൽ ഇനി ഒരു ഇഞ്ച് വ്യത്യാസമില്ല എന്നുള്ള കാര്യം ഷാഫി പറമ്പിലും അതുപോലെ തന്നെ PC വിശ്വനാഥും അടക്കമുള്ളവർ വഴിയാണ് രാഹുലിനെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും VD സതീശൻ ഇത്രയും നാളും കോട്ട കെട്ടി സംരക്ഷണം ഒരുക്കി എന്ന ആരോപണം ഉയർന്ന VD സതീശൻ എന്തായാലും ഇക്കാര്യം രാഹുലിനോട് നേരിട്ട് പറയാൻ നിന്നിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാവുകയാണ്. നടപടികൾ അത് അതിവേഗത്തിൽ എടുത്തു കഴിയുമ്പോൾ രാഹുൽ നാളെ മുതൽ, അതായത് എപ്പോഴാണോ KPCCയുടെ സർക്കുലർ ഇറങ്ങുന്നത് ആ നിമിഷം മുതൽ ഇപ്പോൾ തന്നെ തീരുമാനമായി. പക്ഷേ നമുക്ക് ഔദ്യോഗികമായി രാഹുൽ ഇപ്പോൾ പാർട്ടിക്കാരനല്ല എന്ന് പറയണമെങ്കിൽ KPCCയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറങ്ങണം. ആ കുറിപ്പ് ഇറങ്ങുന്നതോടെ രാഹുൽ ഇത്രയും നാൾ പറഞ്ഞ് പ്രതിരോധം തീർത്ത രാഹുൽ ആർക്കു വേണ്ടിയാണോ പ്രതിരോധം തീർത്തു എന്ന അണികൾ ഇപ്പോൾ മറ്റുള്ളവരെ സൈബർ ആക്രമണത്തിലൂടെയൊക്കെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ആ പാർട്ടിയുടെ ഭാഗമല്ലാതാകും. മാത്രവുമല്ല, അതും പാർട്ടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് MLA സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി രാഹുൽ കളിച്ച എല്ലാ കളികളും അതിൻ്റെതായ അർത്ഥത്തിൽ പാർട്ടി ഉൾക്കൊണ്ടു. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവയ്പ്പിച്ചാൽ ഉണ്ടാകാവുന്ന തിരിച്ചടി, അതൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ രൂപത്തിലാണെങ്കിൽ കയ്യിൽ നിൽക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാലും, ഇനിയിപ്പോൾ ഷാഫിയാണ് കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ ഒരു തിരിച്ചടിയിൽ അതൊരു വലിയ പ്രശ്നമാകും. അങ്ങനെയാണെങ്കിൽ വടകരയും ഇവിടെയും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടിയുടെ തീരുമാനം. എന്തായാലും MLA സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ രാജിവയ്പ്പിക്കേണ്ടതില്ല. പകരം പാർട്ടിയിൽ നിന്ന്, അതാണല്ലോ ഏറ്റവും വലിയൊരു പാർട്ടി പ്രവർത്തകന്റെ ഏറ്റവും വലിയ ആത്മാഭിമാനം എന്ന് പറയുന്നത്, താൻ പാർട്ടിക്കാരനാണ്, പാർട്ടി മെമ്പറാണെന്ന് പറയുന്നതാണ്. അങ്ങനെ പാർട്ടി മെമ്പർ അല്ലാതാക്കിയിരിക്കുന്നു രാഹുലിനെ എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും രാഹുലിന്മേലില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പാർട്ടി നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇനി രാഹുലിന് മേൽ ഉയരുന്ന ഒരു ആരോപണങ്ങൾക്കും ഒരു നേതാവിനും മറുപടി പറയേണ്ട ഗതികേടുണ്ടാവരുത് എന്നുകൂടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് രാഹുലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. ഒരു MLAയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും തന്നെ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേട്ടിട്ടേയില്ല. ഇതിനു മുൻപും കോൺഗ്രസിലെ 2 MLAമാർക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നിരുന്നു. പക്ഷെ അതെല്ലാം ഒരു വ്യക്തി എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷെ രാഹുലിനെതിരെ വരുന്നത് നിരവധി സ്ത്രീകൾ, നിരവധി പരാതികൾ, അതും ഗുരുതര പരാതികൾ. രാഹുലിന്റെ ഓഡിയോ അടക്കം, അതായത് തെളിവടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോഴും രാഹുലിനെ ന്യായീകരിക്കുന്നവർ പറയുന്ന ഒരു കാര്യം കേസില്ലല്ലോ എന്നുള്ളതാണ്. കേസില്ല എന്നുള്ളതല്ല, ഒരുപാട് സ്ത്രീകൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പോലും ഒരുപക്ഷെ ആശങ്കയോടെ അല്ലാതെ സമീപിക്കാൻ കഴിയാത്ത ഒരാളാണ് രാഹുൽ, അല്ലെങ്കിൽ MLA എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പാർട്ടിയെ എത്തിച്ച ഒരു നേതാവാണ് ഇപ്പോൾ എല്ലാ തരത്തിലും ഗതികെട്ട് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. പാർട്ടി ആദ്യം നൽകിയ പദവി, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാർട്ടി ഒരു ധൈര്യവുമില്ലാതെ നീക്കി എന്ന് ഇനി പാർട്ടിക്ക് ധൈര്യമായി പറയാം. അതിനുശേഷം പാർട്ടി അംഗം എന്നുള്ള നിലയിൽ ആ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഇനി പറയാം. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് മുന്നിൽ രാഷ്ട്രീയപരമായ നേതൃത്വം എടുത്ത തീരുമാനത്തെ അതിന് കയ്യടി കിട്ടുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിചാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ മാസം 29-ാം തീയതി മുതൽ ഭവന സന്ദർശനം KPCC തുടങ്ങുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ആ പരിപാടികളിലേക്ക് നീങ്ങുന്നത്. അതിലൊരു ഫണ്ട് കളക്ഷനും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആളുകളുടെ മുന്നിൽ പോയി പാർട്ടിക്ക് സംഭാവന നൽകണമെന്നും പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നും പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലേ എന്നുള്ളൊരു മറു ചോദ്യം വന്നാൽ ഇപ്പോൾ അയാൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരം കൂടി നൽകത്തക്ക വിധമാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇനി MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അയാളുടെ ചോയ്സാണ്, അതായത് രാഹുലിന്റെ ചോയ്സ് ആണെന്നുള്ള മറുപടിയും പറയാൻ കഴിയും. രാഹുൽ ഒരു ഘട്ടത്തിൽ MLA സ്ഥാനം രാജിവയ്പ്പിക്കരുത് എന്നുള്ള തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. പലതരത്തിൽ, അത് അതിവൈകാരികമായ പല തരത്തിൽ രാഹുൽ പലരോടും സംസാരിച്ചിരുന്നു എന്നുള്ളത് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കണക്കിലെടുത്തല്ല, ആകെ ഇപ്പോൾ പാർട്ടി കണക്കിലെടുത്തിരിക്കുന്നത് പാർട്ടിക്കുണ്ടായേക്കാവുന്ന
ഒന്ന് തിരിച്ചടി മാത്രമാണെന്നാണ് നേതൃത്വം പറയുന്നത്. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ഒന്ന്, 1 വർഷത്തിൽ താഴെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല. അപ്പോൾ തന്നെ ആ ചട്ടം വീണ്ടും പറയുന്നുണ്ട് 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ ഇത് രണ്ടും പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ കേന്ദ്രത്തിൽ BJP ശരി പ്രവീണ തുടരുക. എന്തായാലും ഏത് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നാണോ വളർന്നത്, ഏത് പാർട്ടിയുടെ വക്താവായിട്ടാണോ പ്രവർത്തിച്ചത്, ഏത് പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്കൊക്കെയാണോ എത്തിയത്, ആ പാർട്ടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കും എന്നുള്ളതാണ് അത്യന്തം നീചമായിട്ടുള്ള, അത്യന്തം അങ്ങനെ അങ്ങേയറ്റം മോശമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്.